സിരിജി, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. അഫ്ഗാൻ പറയുകയാണ്, അഫ്ഗാൻ മണ്ണിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയാൽ പിന്നെ അവിടെ ഉള്ളവർ ആരാണോ അത് ചെയ്യുന്നത് അവർ ഉണ്ടാകില്ല. അതായത് താലിബാൻ ഇന്ത്യക്കൊപ്പം, ഇന്ത്യയെ തൊടുന്നവരെ താലിബാൻ വെട്ടും എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. സത്യത്തിൽ നമുക്ക് അതിശയം തോന്നുകയാണ്. ഒരു തീവ്രവാദ രാജ്യം അല്ലെങ്കിൽ തീവ്രവാദികളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രാജ്യം ഇന്ത്യയെ തൊട്ടാൽ അവരൊന്നും പിന്നെ കാണില്ല എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ഈ അഫ്ഗാൻ്റെ ഇന്ത്യയുമായുള്ള ഇടപെടൽ ലോക രാജ്യങ്ങൾ തന്നെ അത്ഭുതത്തോടെ കാണുന്നത്. കാരണം ഇത്രയും നാൾ പാകിസ്ഥാൻ്റെ ഒരു ബാക്ക് സപ്പോർട്ടുള്ള രാജ്യമെന്നാണ് അഫ്ഗാനിസ്ഥാനെ കരുതിയിരുന്നത്. അപ്പോൾ പാകിസ്ഥാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തീവ്രവാദ സഹായം കിട്ടും. കാരണം അവിടെ ഭരിക്കുന്നത് താലിബാനാണ്. താലിബാൻ്റെ ഭരണകൂടം അറിയാലോ, തികച്ചും മതപരമായ കാര്യങ്ങളെ മുൻനിർത്തി സ്ത്രീകൾക്കുൾപ്പെടെയുള്ള സ്വാതന്ത്ര്യങ്ങളെല്ലാം തന്നെ പിൻവലിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു രാജ്യമാണ്. അങ്ങനെയുള്ള താലിബാൻ എന്തിനാണ് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നത്? അങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് കരുതാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ വ്യോമസേനയുടെ നേതൃത്വത്തിൽ കുറച്ച് ആക്രമണങ്ങളൊക്കെ അഫ്ഗാനിസ്ഥാനിലേക്ക് നടത്തി. അഫ്ഗാൻ വലിയ ശക്തിയൊന്നുമില്ല, തിരിച്ചടിക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. അപ്പോൾ അഫ്ഗാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു യുദ്ധമുറ ഗറില്ല യുദ്ധമുറയാണ്. ആ യുദ്ധമുറയിലൂടെ പാകിസ്ഥാൻ ഇടയ്ക്ക് തിരിച്ചടിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പറയുന്നത് ഞങ്ങളുടെ മണ്ണിൽ നിന്ന് ഇന്ത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാളെയും ഞങ്ങൾ അംഗീകരിക്കില്ല. മാത്രമല്ല അങ്ങനെ ചെയ്യുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവർക്ക് ശക്തമായി തിരിച്ചടി നൽകും. പാകിസ്ഥാൻ ഞെട്ടിപ്പോയി, ഇങ്ങനെ ഒരു നീക്കം എങ്ങനെയാണ് നടത്തുന്നത്? അപ്പം അവിടെ സാധാരണഗതിയിൽ ഇന്ത്യയും അഫ്ഗാനും ഒക്കെ തമ്മിൽ ഈ വിദേശകാര്യത്തിലെ ചെറിയ തലത്തിലുള്ള ഉദ്യോഗസ്ഥർ തമ്മിൽ ചില കൂടിക്കാഴ്ചകളൊക്കെ നടത്തും. പക്ഷേ കഴിഞ്ഞ ദിവസം ദുബായിൽ ഒരു വലിയ കൂടിക്കാഴ്ച നടത്തി. അതായത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്ന വിക്രം മിശ്രയാണ് കൂടിക്കാഴ്ചയ്ക്ക് എത്തിയത്. അവിടെ കൂടിക്കാഴ്ചയ്ക്ക് വന്നത് വിദേശകാര്യ ആക്ടിംഗ് മന്ത്രിയായ, അതായത് അഫ്ഗാനിലെ അമീർ ഖാനാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുടെ കൂടിക്കാഴ്ച നടത്തി. അപ്പം സെക്രട്ടറി തലത്തിൽ അല്ലെങ്കിൽ മന്ത്രി തലത്തിൽ ഒരു കൂടിക്കാഴ്ച ഇത് വളരെ അപൂർവമാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചുറപ്പിച്ചാൽ മാത്രമേ അത്തരത്തിലുള്ള ഒരു നയതന്ത്രപരമായ കൂടിക്കാഴ്ച നടത്തും. അപ്പോൾ അഫ്ഗാൻ പറയുന്നു, ഞങ്ങൾ ഇന്ത്യക്കെതിരായി ഇനി ഒരു പ്രവർത്തനവും നടത്തില്ല. ഇന്ത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളുമായിട്ട് ആരെങ്കിലും മുന്നേറിയാൽ അവർക്ക് ശക്തമായ തിരിച്ചടി നൽകും എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻകാരായ ഏതെങ്കിലും തീവ്രവാദികൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനായിട്ട് അഫ്ഗാൻ്റെ സഹായം തേടുകയോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ വഴി എന്തെങ്കിലും ഒരു മുന്നേറ്റം നടത്താൻ ശ്രമിക്കുകയോ ചെയ്താൽ അവരെ തീർത്ത് കളയുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് അവർക്ക് വേണ്ടത് നമ്മുടെ കയ്യിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങളുടെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ട്രേഡ്, കച്ചവടത്തിനുള്ള സഹായങ്ങൾ വേണം. ആരോഗ്യ മേഖലയിൽ വലിയ പിന്തുണ വേണം. ഇതൊക്കെയാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇതൊക്കെ ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. സത്യത്തിൽ നമുക്ക് അഫ്ഗാനിസ്ഥാനോട് വലിയ സ്നേഹമുള്ളതുകൊണ്ടല്ല, താലിബാൻ എന്ന് പറയുന്ന ഒരു തീവ്രവാദ ഭരണകൂടം തന്നെയാണ്. അവരുടെ നിലപാട് എപ്പോഴാണ് മാറുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അഫ്ഗാൻ ഇപ്പോഴുള്ള ആവശ്യം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ പ്രതിരോധിക്കാൻ, അവരെ എതിർക്കാൻ ഇന്ത്യയുടെ സഹായം വേണം. നമ്മൾ ചെയ്യും. നമ്മൾ എന്താ ചെയ്യുന്ന അറിയാം, ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയും. ഇതേ പോളിസിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അഫ്ഗാനിസ്ഥാനോടുള്ള സ്നേഹം എന്നതിലുപരി പാകിസ്ഥാൻ്റെ ചില പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നിലപാടും. അപ്പോൾ പാകിസ്ഥാൻ പ്രസിഡൻ്റായ ഷഹബാസ് ഷെരീഫ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈജിപ്തിൽ പോയിട്ട് ബംഗ്ലാദേശിൻ്റെ ചുമതലയുള്ള മുഹമ്മദ് യൂനിസുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തി. അപ്പോൾ പാകിസ്ഥാനും ബംഗ്ലാദേശും അവരൊക്കെ ഒന്നിക്കുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള ഒന്നിക്കൽ അവർ ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നു. ഇത് അഫ്ഗാനിസ്ഥാന് ഭീഷണിയാണ്. അതുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ പറയുന്നു, ഇനി ഞങ്ങൾ അവരുടെ കൂടെ യാതൊരു പ്രവർത്തിക്കുമില്ല. മാത്രമല്ല ഞങ്ങളുടെ രാജ്യത്തേക്ക് അവർ ആക്രമണം നടത്തുന്നു. അത്തരത്തിലൊരു അറ്റാക്ക് നടത്തിയാൽ ഇന്ത്യയിൽ നിന്ന് വ്യോമമാർഗ്ഗം ഒരു സഹായവും വേണമെന്ന് പറയുന്നു. അപ്പോൾ വിക്രം മിശ്രി അതിനോടൊക്കെ യോജിക്കുന്നുണ്ട്. മാത്രമല്ല ഈ അഫ്ഗാൻ്റെ വിദേശകാര്യ മന്ത്രിയാണ്, ചുമതലയുള്ള മന്ത്രിയാണ് ഈ പറയുന്ന അമീർ ഖാൻ. അദ്ദേഹം വന്ന് ഈ പറയുന്ന വിക്രം മിശ്രയുമായിട്ട് നേരിട്ടുള്ള കൂടിക്കാഴ്ച നടത്തിയപ്പോൾ പറയുന്നത്, ഞങ്ങൾക്ക് അരിയും ധാന്യങ്ങളും ഉൾപ്പെടെയുള്ളത് നിങ്ങൾക്ക് തരണമെന്നാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ചാബഹാർ എന്ന് പറയുന്ന തുറമുഖം. ഈ തുറമുഖം ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തുള്ള. അപ്പോൾ നമ്മൾ അഫ്ഗാനിസ്ഥാനിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ, അതുപോലെ തന്നെ വസ്ത്രം, അതുപോലെ തന്നെ മറ്റേ കച്ചവടവുമായി ബന്ധപ്പെട്ട സാധനങ്ങളെല്ലാം എത്തിക്കുന്നത് ചാബഹാർ തുറമുഖം വഴിയാണ്. ഇനി ഈ ചാബഹാർ തുറമുഖം പൂർണ്ണ സജ്ജമായിട്ടില്ല. അത് പൂർണ്ണ സജ്ജമാക്കി കഴിഞ്ഞാൽ ഇന്ത്യയും അഫ്ഗാനും തമ്മിലുള്ള നല്ലൊരു വ്യാപാര ബന്ധത്തിന് തുടക്കം കുറിക്കും. ഇതുവരെ എത്രത്തോളമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇരട്ടിയായി മാറും. ഒപ്പം റഷ്യയുമായിട്ട് ഒരു ബന്ധം നമുക്ക് കുറിക്കാൻ പറ്റും. അപ്പോൾ ഇന്ത്യയും റഷ്യയും അഫ്ഗാനും ഒക്കെ തമ്മിലൊരു കൂറുമുന്നണി പോലെ രൂപപ്പെടുന്നു. ഇത് പാകിസ്ഥാന് വളരെയധികം ഭീഷണിയുണ്ട്. മാത്രമല്ല അഫ്ഗാനെ പിന്തുണയ്ക്കുന്ന താലിബാനൊപ്പം നിൽക്കുന്ന ചില ഭീകര സംഘടനകൾ പാകിസ്ഥാനിലുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ്റെ ആർമി ഭരണകൂടത്തെ എതിർക്കുന്ന ചില പ്രവിശ്യകൾ ആധിപത്യം സ്ഥാപിക്കുന്ന ഈ ഭീകര സംഘടനകൾ അഫ്ഗാനിസ്ഥാൻ്റെ കൂടെ നിൽക്കും. അപ്പോൾ പാകിസ്ഥാൻ ഇപ്പം വ്യോമാക്രമണം നടത്തിയതിന് പകരമായി പാകിസ്ഥാനിലും ചില പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു. ഈ ഉണ്ടാകുന്നതും അഫ്ഗാൻ്റെ യുദ്ധമുറയായ ഗൊറില്ല യുദ്ധമുറയുണ്ടല്ലോ, അതവർ സ്വീകരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ആ സപ്പോർട്ട് അനുസരിച്ച് അഫ്ഗാനിലെ ഈ താലിബാനെ പിന്തുണയ്ക്കുന്ന കുറച്ച് തീവ്രവാദികൾ പാകിസ്ഥാനിൽ സ്ഫോടനം ഉണ്ടാക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ പാകിസ്ഥാനിലെ ആഭ്യന്തര കലാപം
കലാപം ഉണ്ടാകുന്നു. നിലവിൽ പാകിസ്ഥാനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തൊട്ടടുത്തുള്ള അയൽരാജ്യത്തെ കുറ്റപ്പെടുത്തുകയാണ് ഇവരുടെ പതിവ്. അതായത് ഇന്ത്യയെ കുറ്റപ്പെടുത്തുക, അത് അല്ലെങ്കിൽ ചൈനയുടെ പിന്തുണ നേടിയെടുക്കുക, ഇതൊക്കെയാണ്. ഇപ്പോൾ അഫ്ഗാനും കൂടെ പോയതോടുകൂടി പാകിസ്ഥാൻ ആകെ ഞെട്ടിയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു അവസ്ഥ ഇനി പാകിസ്ഥാന് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആജന്മ ശത്രു എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയെ തകർക്കാൻ ഏത് വഴിയും അവർ തേടുമെന്നുള്ളതാണ്. ഇപ്പോൾ 2014 ശേഷം BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നുഴഞ്ഞു കയറ്റി തീവ്രവാദികളെ കൊണ്ട് ഇന്ത്യയെ തകർക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിരാശയായ കാര്യം. ഇപ്പോൾ താലിബാനും ബലൂചിസ്ഥാനും ബലോച്ച് ലിബറേഷൻ ആർമി ഉൾപ്പെടെയുള്ളവർ പാകിസ്ഥാനെതിരെ വലിയ നീക്കങ്ങൾ നടത്തുന്നതായുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം വന്നു. ഏകദേശം 48 സൈനികരെ, പാക് സൈനികരെ അവർ വധിച്ചു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വന്നു. അപ്പോൾ താലിബാൻ എന്ന് പറയുന്ന മതത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട് ഒരു സ്വാതന്ത്ര്യവും സ്ത്രീകൾക്ക് നൽകാത്ത മതമാണ് എല്ലാത്തിനും മുകളിൽ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യം, ആ രാജ്യമാണിപ്പോൾ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നത്. തീവ്രവാദ ശക്തികളെ ഒരിക്കലും വളർത്താൻ അല്ലെങ്കിൽ അവരെ ഒപ്പം നിൽക്കുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ എങ്കിൽ പോലും ഇന്ത്യയുടെ ഒരു സഹായം താലിബാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് ഇരുകൈയും നീട്ടി സ്വീകരിക്കാനും ചെയ്തു കൊടുക്കാനും ഇന്ത്യ തയ്യാറാകുന്നു എന്നുള്ളത് നമ്മുടെ ഒരു വലിയ പ്ലസ് പോയിന്റ് തന്നെയാണ്. പക്ഷേ അപ്പോഴും ഇന്ത്യ വളരെ ചിന്തിച്ചും ആസൂത്രണം ചെയ്ത് മാത്രമേ മുന്നോട്ട് പോകൂ. കാരണം താലിബാനാണ് മറുസൈഡിൽ നിൽക്കുന്നത്. സുനിജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ എപ്പോൾ വേണമെങ്കിലും താലിബാന്റെ ഈ നീക്കങ്ങൾ മാറാം. തീവ്രവാദ ശക്തിയുള്ളവരാണ്, അല്ലെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യുന്നവരാണ്. അവർ ഇന്ത്യക്കെതിരെ തിരിയാൻ അധിക സമയമൊന്നും വേണ്ട. പക്ഷേ ഇന്ത്യയിലെ സർക്കാർ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് സാമ്പത്തികമായും ആരോഗ്യ മേഖലയിലും പിന്നെ എല്ലാ മേഖലയിലും താലിബാനെ സഹായിക്കാൻ ഒരുങ്ങുമ്പോൾ താലിബാൻ ഇന്ത്യയോടൊരു വല്ലാത്ത സ്നേഹമുണ്ടായിരുന്നു. ആ സ്നേഹം നിരാശപ്പെടുത്തുന്നത് പാകിസ്ഥാനെയാണ്. പാകിസ്ഥാൻ ഒറ്റപ്പെടുന്നു. ഇനി എങ്ങനെയാണ് ഇന്ത്യയെ, ഏത് ശത്രുക്കളെ വെച്ച് ഇന്ത്യയെ നേരിടും? കാരണം ചൈന ഇപ്പോൾ ഇന്ത്യക്കൊപ്പം ചേർന്ന് നിൽക്കുന്നു. ഇറാനായാലും ഇറാനുമായി ഇപ്പോൾ നിമിഷപ്രിയയുടെ പ്രശ്നവുമായി ഇറാനെ കാണാനും സമീപിക്കാനും ഇന്ത്യ തയ്യാറാകുന്നു. അപ്പോൾ വലിയ രീതിയിൽ ഇപ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിൽ പ്രശ്നമുണ്ടെങ്കിലും ഇന്ത്യക്ക് ഇറാനുമായി പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല രീതിയിലുള്ള സൗഹൃദവുമായി ഇന്ത്യ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇനി ആരെ കൂട്ടുപിടിക്കും ഇന്ത്യയെ തകർക്കാൻ എന്നുള്ള ചിന്തയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ എന്ന് തോന്നുന്നു. ജിയോ പൊളിറ്റിക്സിലും വലിയൊരു ചേഞ്ച് ഉണ്ട്. എന്താണെന്നറിയാം, ഈ അമേരിക്കയാണ് എല്ലാ കാലത്തും അഫ്ഗാനിസ്ഥാനെ പിന്തുണയ്ക്കുന്നത്. അമേരിക്കയാണ് അവിടെ ഒരു പാവ സർക്കാരിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ 2021 അമേരിക്ക എവിടെല്ലാം വിട്ടേച്ച് പോയി, അവരുടെ കുറേ ആയുധങ്ങളൊക്കെ ഇട്ടേച്ച് പോയി. അതിനുശേഷം പതുക്കെ താലിബാൻ ഭരണകൂടെ ഇന്ത്യയുമായിട്ട് അടുക്കുന്നു. അപ്പോൾ ഇന്ത്യയുമായിട്ട് ഈ അടുക്കുന്നതിനെ ഇന്ത്യയുടെ എപ്പോഴും ഒരു സപ്പോർട്ടിങ് കൺട്രി എന്നറിയപ്പെടുന്ന റഷ്യ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയാം, ഇന്ത്യയും താലിബാനും കൂടെ കൂടുതൽ അടുപ്പമൊക്കെ ഉണ്ടായാൽ റഷ്യയ്ക്ക് അത് ഗുണമാണ്. അപ്പോൾ അമേരിക്കയുടെ സ്വാധീനം അഫ്ഗാനിസ്ഥാനിൽ കുറയും. മാത്രമല്ല ഈ പാകിസ്ഥാനിലെ ഈ പറയുന്ന ആർമി അല്ലെങ്കിൽ അവിടുത്തെ ഈ ഭരണകൂടത്തെ നയിക്കുന്നത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റാണ്. അപ്പോൾ അമേരിക്കയുടെ ആ പിന്തുണ അവർക്ക് കിട്ടിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ചൈന ഇന്ത്യയുടെ കൂടെ ഇരിക്കുന്നു, അപ്പോൾ റഷ്യ ഇന്ത്യയുടെ കൂടെ വരുന്നു, അഫ്ഗാനും കൂടെ നമ്മുടെ കൂടെ വന്നാൽ നന്നായി ഇരിക്കട്ടെ എന്നാണ്. മാത്രമല്ല പാകിസ്ഥാൻ ഇപ്പോൾ നേരിടുന്ന ഭീഷണി എന്താ അറിയാം, ഇത്രയും നാൾ ഈ അതിർത്തിയിൽ വെറുതെ ഒരു പട്രോളിംഗ് മാത്രം നടത്തിയാൽ മതി. കാരണം അഫ്ഗാനും ഈ പാകിസ്ഥാനും തമ്മിൽ വലിയ അതിർത്തിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ കരസേനയുടെയും വ്യോമസേനയുടെയും ചെറിയ വിങ്ങിനെ അവിടെ നിയോഗിക്കേണ്ടി വരുന്നു. അതായത് ഇന്ത്യയുടെയോ റഷ്യയുടെയോ സഹായത്താൽ ഈ അഫ്ഗാനിസ്ഥാനിലേക്ക് എന്തെങ്കിലും ആയുധ സഹായമോ സൈനികമായ മറ്റെന്തെങ്കിലും നേട്ടങ്ങളോ കിട്ടുന്നുണ്ടോ എന്ന് പാകിസ്ഥാൻ പേടിച്ചു തുടങ്ങി. അപ്പോൾ പാകിസ്ഥാനുള്ളിൽ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ഈ അഫ്ഗാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയുടെ സഹായം തേടുന്നു. അപ്പോൾ ഇന്ത്യക്ക് കൈ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യ തിരിച്ച് കൈ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഒട്ടും സേഫ് ആയിട്ടുള്ള നിലയൊന്നും അല്ല. നേരത്തെ പറയല ശത്രു ആയതുകൊണ്ട് ശത്രു ഇങ്ങോട്ടും പോന്നോട്ടെ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ താലിബാന്റെ തീവ്രമായ നിലപാടുകളെ പലപ്പോഴും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഏറ്റവും ഒടുവിൽ പുറത്തു വന്നതിൽ ഒരു കാര്യം, ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ പുതിയ വീടുകൾ വെച്ചാൽ ആ വീടുകളിൽ പുറത്തേക്ക് നോക്കുന്ന ജനാലകൾ, അതായത് ആ ജനാല കൂടെ നോക്കിയാൽ അടുത്ത വീട്ടിലെ സ്ത്രീകളെ കാണുമ്പോൾ അവിടെ ജനാല വെക്കാൻ പാടില്ല. അപ്പോൾ ആ വീട്ടിൽ ജനാല വെക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന താലിബാൻ ഭരണകൂടമാണ്. അപ്പോൾ നമ്മൾ ചോദിക്കില്ലേ, എന്ത് ലോജിക്ക് അതിനകത്ത്? ഒരു വീട്ടിൽ ജനാല വേണ്ടേ? അപ്പോൾ പറഞ്ഞു അങ്ങനെ ലോജിക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അവരെ അഫ്ഗാൻ ഭരണകൂടം എന്ന് വിളിക്കുക, അല്ലെങ്കിൽ താലിബാൻ ഭരണകൂടം എന്ന് വിളിക്കുക. അതാണ് താലിബാൻ. അപ്പോൾ സ്ത്രീകൾക്ക് പഠിക്കാൻ പാടില്ല, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, ഇതൊക്കെ അവരുടെ ആഭ്യന്തര കാര്യമാണ്. ഇന്ത്യ ഒരു പരിധിക്കപ്പുറത്തേക്ക് അതിലേക്ക് ഇടപെടേണ്ട. മാത്രമല്ല നമ്മളുടെ അടുത്ത് അവർ ഭക്ഷ്യധാന്യം
ധാന്യം വേണം, മറ്റ് സഹായങ്ങൾ വേണം, അത് നമ്മൾ കൊടുക്കാം, ഒരു പ്രശ്നമില്ല. അങ്ങനെ കൊടുത്താലുള്ള ഗുണം എന്താ വെച്ചാൽ നാളെ പാകിസ്ഥാന്റെ ബാക്കപ്പ് രാജ്യം എന്നറിയപ്പെടുന്ന അഫ്ഗാന്റെ പിന്തുണ പാകിസ്ഥാൻ എന്നേക്കുമായി നഷ്ടപ്പെടും. അപ്പോൾ ഈ പറയുന്ന ഇങ്ങോട്ടേക്ക് കടന്നുകയറ്റം ഒക്കെ നിൽക്കും. മാത്രമല്ല താലിബാനെ ഉപയോഗിച്ച് നമ്മൾ കുറച്ച് ആയുധമൊക്കെ കൊടുത്താൽ പാകിസ്ഥാനിലും പോയി രണ്ടടിയൊക്കെ കൊടുക്കാം അല്ലേ? ആ രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും ഈ പറയുന്ന മിശ്രയും അതുപോലെ തന്നെ അമീർ ഖാനും തമ്മിലുള്ള കൂടിക്കാഴ്ച വളരെ പോസിറ്റീവാണ്. ലോകം ഒന്നാകെ അത് ഉറ്റുനോക്കിയിട്ടുണ്ട്. അതിൻ്റെ ഗുണങ്ങൾ ഇന്ത്യക്ക് ഉണ്ടാകും. പാകിസ്ഥാൻ ഞെട്ടി, അഫ്ഗാൻ എന്ന് പറയുന്ന രാജ്യം താലിബാൻ ഇന്ത്യയുമായി കൈകോർക്കുന്നത് അല്ലേ? സ്വപ്നത്തെ പോലും ചിന്തിക്കാത്തതാണ്. അപ്പോൾ ജിയോ പൊളിറ്റിക്സിൽ എപ്പോൾ വേണമെങ്കിലും ഇന്നലെ ശത്രുക്കളായ രാജ്യങ്ങൾ ഇന്ന് മിത്രങ്ങളായി മാറും എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണം. തീർച്ചയായിട്ടും.